നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. അധികൃതരുടെ അനാസ്ഥ അപകടത്തിന്റെ സ്മാരകമായി ബസ് കാത്തിരിപ്പ് കേന്ദ്രം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കായാമ്പൂവത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഉപയോഗശൂന്യമല്ലാതായി തീർന്നിരിക്കുന്നത്. ജൂൺ 30-ന് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ തകർന്നതാണ് KSTP നിർമ്മിച്ച ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. എന്നാൽ നാളുകൾ പിന്നിട്ടിട്ടും ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ പുനർനിർമ്മിക്കാൻ അധികാരികളാരും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അപകടത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയും വശങ്ങളും പൂർണ്ണമായും തകർന്നു വീണിരുന്നു. മഴ കനത്തതോടെ യാത്രക്കാർക്ക് സുരക്ഷിതമായി ഇരിക്കാനോ മഴയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിയാത്ത അവസ്ഥയിലാണ്. ദിവസേന സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നത്. KSRTC അടക്കം ഒട്ടേറെ ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണ് ഇത്. കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ സമയത്തെ അശാസ്ത്രീയത അധികാരികളെ അറിയിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല എന്നും നാട്ടുകാരുടെ ആരോപണം. കായാമ്പൂത്ത് KSTP നിർമ്മിച്ച ബസ് സ്റ്റോപ്പ് അപകടത്തിൽപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ വരുന്ന മദ്രസ കുട്ടികൾക്കും യാത്ര ചെയ്യുന്ന ബസ്സിൽ ആശ്രയിച്ച് വരുന്ന ആളുകൾക്കും ഉള്ള ആശ്രയമാണിത്. ഈ ബസ് സ്റ്റോപ്പ് പണിയുമ്പോൾ തന്നെ നമ്മളവിടെ വന്നിരുന്ന നിലവിലുള്ള ബസ് സ്റ്റോപ്പ് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മുൻകാലങ്ങളിൽ നമ്മൾ അവരെ ഉണർത്തിയിരുന്നു. അവിടെ വരുന്ന ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ ബസ് സ്റ്റോപ്പ് പുറയിലേക്ക് നിർമ്മിക്കാനുള്ള സൗകര്യമുണ്ടായിട്ടും റോഡിനോട് ചേർന്നിട്ടാണ് ആ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അശാസ്ത്രീയമാണ്. ആ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് അവിടെ ഇത്തരമൊരു അപകടം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം. അത് പുറയിലേക്ക് നീക്കി പണിയിക്കുകയായിരുന്നെങ്കിൽ അവിടെ ബസ് കാത്തിരിക്കുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാവാതെ ഇരിക്കുമായിരുന്നു. അവിടെ ഒരുപാട് നൂറുകണക്കിന് മദ്രസ വിദ്യാർത്ഥികളാണ് അവിടെ വരുന്നത്. അതേപോലെ സെന്റ് തോമസേക്കുള്ള കുട്ടികൾ, പഴയന്നൂർ ഭാഗത്തേക്കുള്ള കുട്ടികൾ, ഓപ്പോസിറ്റ് നിൽക്കാനുള്ള ഒരു സൗകര്യമില്ല. ആകെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണത്. ആ കേന്ദ്രം പെട്ടെന്ന് പുനർനിർമ്മിക്കണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ദുരവസ്ഥ പലതവണ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല എന്ന പരാതിയും വ്യാപകമാണ്. അപകടത്തിൽ തകർന്ന മേൽക്കൂരയുടെയും മറ്റും അവശിഷ്ടങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രത്തിന് പിന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നതും കാണാം. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായിരുന്ന കാത്തിരിപ്പ് കേന്ദ്രം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നിങ്ങൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമാണെന്ന് ഉറപ്പുണ്ടോ? അതോ അഴുക്കും ബാക്ടീരിയയും നിറഞ്ഞ വെള്ളമാണോ കുടുംബം കുടിക്കുന്നത്? ഇനി രോഗങ്ങളെ ക്ഷണിച്ചു വരുത്താതെ ഓരോ തുള്ളിയിലും വെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തൂ ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സിനൊപ്പം. വെള്ളം പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ കിച്ചൺ വാട്ടർ പ്യൂരിഫയർ, ഹോൾ ഹൗസ് വാട്ടർ ഫിൽട്രേഷൻ മോഡലുകൾ എന്നിവ നിർദ്ദേശിക്കുന്നു. എല്ലാ പ്രമുഖ കമ്പനികളുടെയും വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ സെയിൽസ് ആൻഡ് സർവീസുകൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു. കൂടാതെ പഴയതോ പ്രവർത്തനരഹിതമായതോ ആയ വാട്ടർ പ്യൂരിഫയറുകൾ മാറ്റി പുതിയതെടുക്കാൻ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും ലഭ്യമാണ്. ഹോട്ടലുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ 20 മുതൽ 500 LPH വരെയുള്ള വലിയ RO പ്ലാന്റുകളും ചെയ്തു നൽകുന്നു. നിങ്ങളുടെ പ്യൂരിഫയർ ഏത് ബ്രാൻഡാണെങ്കിലും കുറഞ്ഞ ചെലവിൽ കൃത്യസമയത്ത് ഗുണമേന്മയുള്ള സർവീസ് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ശുദ്ധജലം തുടർച്ചയായി വേണമെങ്കിൽ ഓൺ ടൈം സർവീസ് അനിവാര്യമാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനായി ഉടൻ ബന്ധപ്പെടൂ ആക്വാ സ്പ്ലാഷ് വാട്ടർ പ്യൂരിഫയേഴ്സ്.